നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുദേവൻ അന്ത്യ അത്താഴവേളയിൽ തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റുകൊടുക്കും, മറ്റൊരാൾ കോഴി കൂവുന്നതിന് മുമ്പ് 3 തവണ തള്ളിപ്പറയും എന്ന്. ഒറ്റുകൊടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാ ശിഷ്യന്മാർക്കും സങ്കടമായി. ഓരോരുത്തരും ചോദിച്ചു, കർത്താവേ, അത് ഞാനാണോ? അപ്പോൾ യേശു ക്രിസ്തു ഓരോ ചോദ്യത്തിനും അല്ല എന്ന് ഉത്തരം പറഞ്ഞു. അവസാനം യൂദ അദ്ദേഹത്തോട് ചോദിച്ചു, കർത്താവേ, അത് ഞാനാണോ? അപ്പോൾ യേശു പറഞ്ഞു, അതെ, നീ തന്നെയാണ് എന്നെ ഒറ്റുകൊടുക്കാൻ പോകുന്നത്. ഇതുപോലെ പത്രോസിനോടും പറഞ്ഞു, കോഴി പോകുന്നതിന് മുമ്പ് 3 തവണ എന്നെ തള്ളിപ്പറയും. അതുപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ കേരളത്തിൽ നിന്നുള്ള ഒരു കോൺഗ്രസ് MP BJPയിൽ ചേരാൻ പോകുന്നു എന്നൊരു അഭ്യൂഹം ഡൽഹിയിൽ പടർന്നു പിടിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് ഇറങ്ങുന്ന ഇന്ത്യൻ എക്സ്പ്രസ് പത്രമാണ് ഈ വാർത്ത പ്രസിദ്ധീകരിച്ചത്. BJP വൃത്തങ്ങളെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ വന്നത് ഇന്ത്യൻ എക്സ്പ്രസ്സിലായതുകൊണ്ട് അതിൽ സത്യത്തിൻ്റെ എന്തെങ്കിലും ഉണ്ടാകും എന്നാണ് പൊതുവെ ആളുകൾ വിചാരിക്കുന്നത്. അത് BJPക്കാർക്കല്ല സന്തോഷം, തീർച്ചയായിട്ടും CPMകാർക്കാണ്. കാരണം CPM നേതാക്കളുടെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ RSS ബാന്ധവം പുറത്തു വന്നതിൻ്റെ ഒരു ചെറിയ ലജ്ജയിലും പരിഭവത്തിലുമാണ് അവർ. ഇതുവരെ നമ്മൾ ഒരു വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാളിയായിട്ട് അവതരിപ്പിച്ചിരുന്ന വിജയൻ സഖാവിൻ്റെ തനിനിറം പുറത്തു വന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന സജീവനും കിങ്കരനുമായ ADGP രാം മാധവനെ പോയി കാണും, ഹോസബോളയെ പോയി കാണും, മറ്റ് പല ആളുകളെയും പോയി കാണും. ശ്രീ M-ൻ്റെ മധ്യസ്ഥതയിൽ RSS നേതൃത്വവുമായിട്ട് ചർച്ചകൾ നടത്തും. ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ ഇങ്ങനെ അന്തരീക്ഷത്തിൽ തിങ്ങി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ആ വാർത്തകൾ കൊണ്ട് അന്തരീക്ഷം മുഖരിതമായിരിക്കുകയാണ്. ഇങ്ങനെ ഒരു സന്നിഗ്ധാവസ്ഥയിലാണ് മറ്റൊരു പാർട്ടിയുടെ പ്രമുഖ നേതാവ്, അല്ലെങ്കിൽ രാജ്യത്തെ ഒരു പ്രധാന ബുദ്ധിജീവി, കോൺഗ്രസ് MP BJPയിലേക്ക് പോകാൻ പോകുന്നു എന്ന വാർത്ത. തീർച്ചയായിട്ടും സഖാക്കൾക്ക് അത് ഒരു പാൽപ്പായസമായിട്ടോ പഞ്ചാമൃതമായിട്ടൊക്കെ അനുഭവപ്പെട്ടു കാണും. അവർ കഴിയാവുന്ന എല്ലാ മാധ്യമങ്ങളിൽ കൂടി ഇതിങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ആരാണ് ആ യൂദ എന്ന് ഇതുവരെ ആർക്കും അറിയില്ല. അങ്ങനെ ഒരാളുണ്ടോ എന്ന് തന്നെ അറിയില്ല. ഏതെങ്കിലും കോൺഗ്രസ് MP പാർട്ടി വിട്ട് BJPയിലേക്ക് പോകും എന്ന് കരുതാൻ ന്യായമില്ല. പക്ഷേ പൊതുവെ പ്രചരിക്കുന്നത്, പറഞ്ഞു കേൾക്കുന്നത് 2 പേരുകളാണ്. ഒന്ന് RSP നേതാവ് പ്രേമേന്ദ്രൻ്റെ പേരാണ്. അത് പണ്ട് മുതലേ CPMകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. പ്രേമേന്ദ്രൻ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ RSPയിൽ നിന്ന് RSSലേക്ക് പോകും എന്നുള്ളത്. അത് അസത്യമാണെന്ന് ഇപ്പോൾ എല്ലാ ആളുകൾക്കും അറിയാം. അതുകൊണ്ട് ഇനി അത് ക്ലച്ച് പിടിക്കുകയില്ല എന്നറിയാവുന്നതുകൊണ്ട് അവർ പറയുന്നത് ശശി തരൂർ എന്ന് പറഞ്ഞ പ്രമുഖ ബുദ്ധിജീവി ഇതാ കോൺഗ്രസിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് BJPയിലേക്ക് പോകാൻ പോകുന്നു എന്നാണ്. അതിന് ചില കാരണങ്ങളും നിരത്തുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഗാന്ധി നെഹ്റു കുടുംബവുമായിട്ട് അത്ര സുഖത്തിലല്ല. അദ്ദേഹം മല്ലികാർജുൻ ഖാർഗെക്കെതിരെ ഗാന്ധി കുടുംബത്തെ ധിക്കരിച്ചുകൊണ്ട് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചാൽ 1000-ലധികം വോട്ട് പിടിച്ചു. കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്, പക്ഷേ അതുകൊണ്ട് ഫലമൊന്നുമില്ല. വർക്കിംഗ് കമ്മിറ്റിയിൽ പുള്ളി പ്രത്യേകിച്ച് ഒരു വർക്കും ചെയ്യുന്നില്ല. അതിലുപരി ഇദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിച്ചപ്പോൾ ഇത്തവണയും കഴിഞ്ഞ തവണയും കഴിഞ്ഞ മുമ്പത്തെ തവണയും സ്ഥലത്തുള്ള മിക്കവാറും കോൺഗ്രസ്സുകാർ പുള്ളിക്കെതിരായിരുന്നു. അവർ ഇദ്ദേഹത്തിൻ്റെ നിന്ന് കാശ് വാങ്ങിയിട്ട് പുള്ളിക്കെതിരെ പണിഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. അതൊക്കെ സത്യമാണ്. ഏറ്റവും ഒടുവിൽ ഈ പാർലമെൻറ്റ് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കുന്ന ദിവസം തരൂർജി സ്ഥലത്തുണ്ടായിരുന്നില്ല. അദ്ദേഹം എവിടെയോ കറങ്ങാൻ പോയിരിക്കുകയാണ്. അത് എല്ലാ കാരണങ്ങൾ കൊണ്ടും രാഹുൽ ഗാന്ധിക്ക് ഇദ്ദേഹത്തോട് തീരെ താല്പര്യമില്ല. ഇദ്ദേഹം പലതവണ രാഹുൽജിയെ കാണാൻ അവസരം ചോദിച്ചിട്ടും അവസരം കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇതിൽ കുറച്ചൊക്കെ സത്യമുണ്ട്, കുറച്ചൊന്നും സത്യമല്ല. അല്ല, എല്ലായ്പ്പോഴും എല്ലാ കാര്യങ്ങളും സത്യമായിരിക്കണം നമുക്ക് ശഠിക്കാനും പറ്റില്ല. ഏതായാലും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ശശി തരൂർ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ അഭ്യൂഹം. പക്ഷേ ഇത് ശരിയായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ശശി തരൂരിന് ഇപ്പോൾ അങ്ങനെ BJPയിലേക്ക് പോകേണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രിയാവാണെങ്കിൽ പണ്ടേ പോകാമായിരുന്നു. സുനന്ദ പുഷ്കറിൻ്റെ ആത്മഹത്യ കഴിഞ്ഞ് ക്രിമിനൽ കേസിൽ പ്രതിയായിട്ട് സംശയിക്കപ്പെടുന്ന ആളായിട്ട് നിൽക്കുന്ന സമയത്ത് വേണമെങ്കിൽ ജയിലിൽ പോകുന്ന ഒഴിവാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് പോകാമായിരുന്നു. അല്ലെങ്കിൽ ഈ ശിവലിംഗത്തിലെ തേളാണ് പ്രധാനമന്ത്രി എന്ന് വിശേഷിപ്പിച്ച് ക്രിമിനൽ കേസിൽ പ്രതിയാവുന്ന സമയത്ത് വേണമെങ്കിൽ പോകാമായിരുന്നു. പോയില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലോ കഴിഞ്ഞ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലോ ഇദ്ദേഹം
BJPയിലേക്ക് പോയിരുന്നെങ്കിൽ BJPക്കാർ അദ്ദേഹത്തെ പല്ലക്കലെടുത്ത് കൊണ്ടുപോകുമായിരുന്നു. അവർക്ക് തീർച്ചയായിട്ടും വിശ്വാസ്യതയുള്ളൊരു നേതാവിൻ്റെ അഭാവം കേരളത്തിലുണ്ട്. ശശി തരൂരാണെങ്കിൽ ആൾ യോഗ്യനാണ്, ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കുന്ന ആളാണ്, UN വലിയ ഉദ്യോഗം ഭരിച്ച ആളാണ്. ഏത് നിലക്കും ഏത് രാഷ്ട്രീയ പാർട്ടിക്കും മോഹിക്കാവുന്ന ഒരു മുതലാണ്. അദ്ദേഹത്തെ BJPക്കാർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും, അല്ലെങ്കിൽ താലമെടുത്ത് കൊണ്ടുപോകും, അതും അല്ലെങ്കിൽ പല്ലക്കിലേറ്റി കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇദ്ദേഹം മാറും എന്ന് പ്രചരിപ്പിക്കുന്ന കോൺഗ്രസ്സുകാരാണ്. പക്ഷേ പുള്ളി മാറുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള ദുഷ്പ്രചരണങ്ങളൊക്കെ കുറച്ച് നാളത്തേക്ക് ആളുകളെ പറ്റിക്കാൻ വേണ്ടി ഉപയോഗിക്കാം എന്നല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു മേന്മയും ഉണ്ടാകാൻ പോകുന്നില്ല. തരൂര് BJPയിലേക്ക് പോയാൽ ആ സെക്കൻഡിൽ അദ്ദേഹത്തിൻ്റെ MP സ്ഥാനം നഷ്ടമാകും. അദ്ദേഹം MP സ്ഥാനം രാജിവെക്കേണ്ടതായിട്ട് വരും. കൂറുമാറ്റ നിരോധന നിയമം ബാധകമാകും. പിന്നെ രാജിവെച്ചതിന് ശേഷം അദ്ദേഹത്തിന് വീണ്ടും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് മാന്യമഹാജനങ്ങളെ, തിരുവനന്തപുരത്തെ മഹാന്മാരായ നാട്ടുകാരെ, നിങ്ങളെ കോൺഗ്രസിൽ നിന്ന് സേവിച്ച് മതിയാവാതെ കൊണ്ട് ഞാനിപ്പോൾ BJPയിൽ ചേർന്നിരിക്കുകയാണ്, നിങ്ങളെനിക്ക് താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് ജയിപ്പിക്കണം എന്ന് പറഞ്ഞ് ഉപതെരഞ്ഞെടുപ്പിന് പോകാൻ പറ്റുമോ? എനിക്ക് തോന്നണില്ല. അങ്ങനെയൊന്നും ചെയ്യാനുള്ള ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. തരൂർജി കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിൽക്കും. ഇനി അദ്ദേഹം ഒരിക്കലും മത്സരിക്കുന്നില്ല. ഇത്തവണത്തോടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്നാണ് പറയുന്നത്. അങ്ങനെ തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയട്ടെ, അദ്ദേഹം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് നേർബുദ്ധി തോന്നാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലത്തേക്ക് വിട. പിന്നെ കാണാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.